ഭൂലോകത്തിന് എന്ത് ഭവിക്കാൻ പോകുന്നതെന്ന് പേടിച്ചും നോക്കിപ്പാർത്തും കൊണ്ട് മനുഷ്യർ നിർജീവന്മാരാകും. ലൂക്കോസ് 21:26. യേശു തരുന്ന മുന്നറിയിപ്പാണിത്. ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ പിച്ചിച്ചീന്തിയെറിഞ്ഞ് തങ്ങൾക്ക് ബോധിച്ചവണ്ണം ലോഹമോഹങ്ങളിൽ മുഴുകി പാപച്ചേറ്റിൽ ആണ്ടുകിടക്കുന്ന ജനതകൾക്ക് ഒരേയൊരു രക്ഷാമാർഗം ദൈവത്തിങ്കിലേക്ക് തിരിയുക എന്നതാണ്. നാം ഈ യുഗത്തിൻ്റെ അന്ത്യത്തിലേക്കും യേശുമശിഹായുടെ മടങ്ങിവരവിലേക്കും അതിവേഗം മുന്നേറുകയാണ്. കാലം അത് വിളിച്ചു പറയുകയാണ്. ബൈബിൾ 2 പത്രോസ് 3:10 ഇപ്രകാരം പറയുന്നു: കർത്താവിൻ്റെ ദിവസമോ കള്ളനെപ്പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞുപോകും, മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോവുകയും ചെയ്യും. യേശുക്രിസ്തു മുന്നറിയിച്ചതുപോലെയുള്ള അന്ത്യകാലത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ വെളിപ്പെട്ടു വരികയാണ്. യുദ്ധവും സംഘർഷവും പെരുകും. ലൂക്കോസ് 21:10-12 നാം പഠിച്ചാൽ അത് മനസ്സിലാകും. എല്ലായിടത്തും അതിക്രമങ്ങളുണ്ടാകുന്നു. ലൂക്കോസ് തന്നെ 17:26-27. ലൈംഗിക അസാൻമാർഗികത്വം. ലൂക്കോസ് 17:28-29. ഇസ്രായേലിൻ്റെ പുനർജനനവും യെരൂശലേമിനെ ചൊല്ലി യുദ്ധവും. 1948 അത്തിവൃക്ഷം തളർത്ത് ഇസ്രായേലിന് പൊതുജനനം ഉണ്ടായത്. സഖറിയാവ് പ്രവചനം 12:13. സഖറിയാവ് 14:4. ആഗോളവൽക്കരണം. ദാനിയേൽ പ്രവചനം 2:7. വെളിപാട് പുസ്തകം 19:11-21 നാം വായിച്ചാൽ മനസ്സിലാക്കാം. സാങ്കേതിക വിദ്യയുടെ വളർച്ച. ദാനിയേൽ പ്രവചനം 12:4 അതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. കള്ളപ്രവാചകന്മാരും വ്യാജ മശിഹാക്കളും. മത്തായി 24:4-5-24. വിശ്വാസത്തിനു നേരെ ആക്രമണം. 2 പത്രോസ് 3:3-7. സുവിശേഷം വ്യാപിക്കുന്നത്. മത്തായി 24:14. പ്രകൃതിയിലെ അത്യാപത്തുകളും മഹാമാരിയും. വെളിപാട് പുസ്തകം 16:8-12-16. വെളിപാട് പുസ്തകം 8:7-1. ഇങ്ങനെ യേശു കർത്താവിൻ്റെ വചനങ്ങൾ അല്ലെങ്കിൽ ബൈബിൾ പറഞ്ഞിരിക്കുന്ന വചനങ്ങളെല്ലാം ഇവയ്ക്കൊരു അടയാളമാണ്. ലോകം അതിൻ്റെ അന്ത്യകാലത്തിലേക്ക് അല്ലെങ്കിൽ അവസാന കാലത്തിലേക്ക് പോകുന്നതിന് ഒരു അടയാളമാണ്. കൊറോണ വിഷാണുവിൻ്റെ കരങ്ങളിൽ ബലിയാടുകളായ ജനങ്ങൾ എത്രയെത്ര അനവധിയാണ്. ഇത്തരണത്തിൽ ഏറ്റവും കരുണീയമായ സംഗതി ബൈബിളിൽ ഉത്ബോധിപ്പിച്ചിരിക്കുന്ന പോലെ വരുവാനിരിക്കുന്ന ദൈവകോപത്തെ വിട്ടൊഴിയുവാനും യേശുമശിഹായുടെ രണ്ടാമത്തെ വരവിൽ തന്നെ എതിരേൽപ്പാനും ഒരുങ്ങണം. ഒന്ന്, നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മുഴുവൻ ലോകത്തിൻ്റെയും പാപപരിഹാരത്തിനായി ക്രൂശിൽ ജീവൻ ബലിയർപ്പിച്ച യേശുമശിഹായെ രക്ഷകനായി സ്വീകരിക്കുക. 2, പാപത്തിന് അതീതമായി ജീവിക്കാൻ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മശക്തി പ്രാപിക്കുക. 3, യേശുവിൻ്റെ രക്ഷണീയ സ്നേഹത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുക. 4, യഥാർത്ഥമായി ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനങ്ങളുമായുള്ള കൂട്ടായ്മയിൽ മുന്നോട്ട് ജീവിക്കുക. 5, മറ്റുള്ളവരെ സ്നേഹിച്ച് കഷ്ടത അനുഭവിക്കുന്ന സഹജീവികൾക്ക് ആവുന്നത്ര സഹായം ചെയ്തു കൊടുക്കുക. ഇപ്പോൾ തന്നെ ജീവിതം ക്രിസ്തുവിന് സമർപ്പിച്ചു കൊടുത്ത് ശുദ്ധീകരണം പ്രാപിച്ച് ഇനിയുള്ള ജീവിതകാലം കർത്താവിൻ്റെ മഹത്വത്തിനായി ജീവിക്കാൻ നിങ്ങൾ തീരുമാനിക്കുക. ദൈവനാമം വിളിക്കപ്പെട്ടവരായ ലോകമെമ്പാടുള്ള വിശ്വാസികൾ കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ച് ഈ മഹാദുരന്തത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാനായി ദുന്മാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ് തങ്ങളെ തന്നെ താഴ്ത്തി ദൈവത്തിൻ്റെ മുഖം അന്വേഷിച്ച് ദേശത്തിന് സൗഖ്യം വരുവാൻ ഇടയാകട്ടെ. 2 ദിനവൃത്താന്തം 7:14. ഇപ്രകാരം ഒരു ഉപവാസം നയിപ്പിൻ, സഭായോഗം വിളിപ്പിൻ, മൂപ്പന്മാരെ ദേശത്തിലെ സകല നിവാസികളെയും നിങ്ങളുടെ ദൈവമായ യഹോവയുടെ ആലയത്തിൽ കൂടി വരുത്തുവിൻ, യഹോവയുടെ നിലവിളിപ്പിൻ. യോവേൽ പ്രവാചകൻ 1:14. കാലം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കുന്നില്ല.
ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾക്കത് എന്തു തരുന്നു എന്നതാണ് പ്രധാനം. കാലത്തെ കാത്തു നിൽക്കുന്നത് നാം ദുരുപയോഗം ചെയ്യുന്നത് തുല്യമാണ്. അതുകൊണ്ട് തന്നെ യേശുവിനെ അറിയാൻ ലഭ്യമാകുന്ന നിമിഷം പാഴാക്കരുത്. യേശുവിനെ അറിയുവാനും യേശുവിൽ നിറയുവാനും യേശുവിനായി ജീവിക്കുവാനും ലഭ്യമാക്കപ്പെടുന്ന സമയം നാം പാഴാക്കരുത്. ലോകം അതിൻ്റെ അവസാനത്തിലേക്കാണ്. ലക്ഷണങ്ങൾ അത് വിളിച്ചു കാട്ടിത്തരുന്നു. ലോകം അവസാനത്തിലേക്കാണ്. വീണ്ടും വിളിച്ചു പറയുന്നു, ലോകം അതിൻ്റെ അവസാന നാളുകളിലേക്കാണ്. മടങ്ങി വരിക. മനുഷ്യ, നിൻ്റെ അഹങ്കാരമൊക്കെ മാറ്റിവെച്ച് നിന്നെ സൃഷ്ടിച്ച സൃഷ്ടിതാവിനെ ഒന്ന് കാണാൻ, നിന്നെ സൃഷ്ടിച്ച സൃഷ്ടിതാവിൻ്റെ വാക്ക് ഒന്ന് കേൾക്കാൻ നീ കാതോർത്തിരിക്കുക.